കുരങ്ങന്മാരെ പിടിക്കാനായിട്ട് മരത്തിന് മുകളിൽ പതുങ്ങിയിരിക്കുന്ന പുള്ളിപ്പുലിയും പിന്നെ ഈ വേനൽ ചൂടിൽ നിന്ന് ദാഹം അകറ്റാനും ദേഹമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആനക്കൂട്ടങ്ങളും ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന കടുവയൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കബിനി ട്രിപ്പിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ ഡിസംബർ അവസാന ആഴ്ച നടത്തിയ ഒരു ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ നല്ല കോടയാണ്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിൽ 2 സഫാരിയാണ് ചെയ്യുന്നത്. രാവിലത്തെ 3 മണിക്കൂറത്തെ സഫാരിയും 6 മണി തൊട്ട് 9 മണി വരെയും, ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 6 മണി വരെയുള്ള സഫാരിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. എന്തായാലും പതിവ് പോലെ സ്പോട്ടഡ് ഡിയേഴ്സ് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കണി. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഒരു 6:30 മണി സമയം ആ കാടിനുള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ ഒരു ജിപ്സിക്കാർക്ക് ഒരു വാട്ടർ ബോഡിയുടെ അടുത്ത് വെച്ച് ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അധികം നേരം ആ കടുവ അവിടെ നിന്നുണ്ടായിരുന്നില്ല. നമ്മുടെ വണ്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും അത് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. 2024 നമ്മുടെ അവസാനത്തെ സഫാരി ട്രിപ്പ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷം അവസാനിക്കുന്നത് കടുവേനെ കണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നേക്കുന്നതാണ്. കബിനി സഫാരിയിൽ അത്ര കോമൺ ആയിട്ട് സൈറ്റിംഗ് കിട്ടുമല്ലാത്ത ഒരാളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കേഴമാൻ, ഇംഗ്ലീഷിൽ ബാർക്കിംഗ് ഡിയർ എന്ന് പറയും. മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് ഓടി കാട്ടിക്കയറാറുള്ളത്. പ്രത്യേകിച്ച് ഈ കബിനി ഏരിയയിലൊക്കെ സഫാരി വണ്ടി കണ്ട അന്നേരം തന്നെ ഓടി കാട്ടിക്കയറാറുണ്ട്. ഇവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇവൻ കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വയനാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരിതിനെ കാട്ടാടെന്നാണ് വിളിക്കുന്നത്. നമ്മളിതിനെ മാനാന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരില്ല കേട്ടോ. കൂരമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ മാനാണ് ബാർക്കിംഗ് ഡിയർ. എന്തായാലും വളരെ ഡ്രൈ ആയിട്ടൊരു സഫാരി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അലാം കോളുകൾ കേൾക്കുന്നുണ്ട് സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ. അപ്പോൾ ടൈഗറിൻ്റെ പ്രസൻസ് ഈ ഏരിയയിലുണ്ട്. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഇതേ നമ്മുടെ മുന്നിലേക്ക് ഒരു കടുവ ഇറങ്ങി വരുന്നു. പക്ഷേ ഭാഗ്യക്കേടെന്ന് പറയാലോ, നമ്മുടെ വണ്ടി കുറേ പുറകിലായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിഷ്വൽസ് ഒന്നും കിട്ടിയുമില്ല. സമയം 9 മണിയോടെയൊക്കെ അടുത്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ നമ്മളോട് വലിയ കാര്യമായി സഹകരിച്ചില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമുക്കധികം നല്ല വിഷ്വൽസും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 9 മണി ആയപ്പോഴത്തേക്കും ഡ്രൈവർ നേരെ വണ്ടി എടുത്തിട്ട് പോയി. ബാക്കി എല്ലാ വണ്ടിക്കാർക്കും നല്ല അടിപൊളി വിഷ്വൽസ് കടുവയുടെ തൊട്ട് മുന്നിൽ കിട്ടി കേട്ടോ. ഒരുപാട് നേരം ആ കടുവ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സഫാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് തൊട്ട് മുന്നിൽ നല്ല ദൃശ്യങ്ങൾ കിട്ടിയാലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അതാണ് നമുക്ക് പറ്റിയത്. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫാമിലി ആയിട്ടോ നല്ലൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടി. നമ്മൾ ഈ കബിനി ട്രിപ്പിന് വരുമ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ഇവിടെ ഇല്ല എന്നുള്ളൊരു പോരായ്മ തന്നെയായിരുന്നു. അതിന് പരിഹാരമായിട്ട് അസർബായിയുടെ നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിൽ റോയലിൻ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ ഒരു ലോഡ്ജ് സെറ്റപ്പ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. 1200 രൂപ മുതൽ റീസണബിൾ റേറ്റിൽ ഇവിടെ റൂമുകൾ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കബിനി ട്രിപ്പിന് വരുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. കബിനിയിൽ ഉച്ച കഴിഞ്ഞത്തെ സഫാരി 3 മണിക്കാണ് തുടങ്ങുന്നത്. ഇതിപ്പം ന്യൂ ബസ്സാണ്. ഇതിന് 860 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യാതെ വരുന്നവർ ഒരു 2 മണിക്കെങ്കിലും വന്ന് ക്യൂ നിന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 4 ന്യൂ ബസ്സുകളും ഒരു പഴയ ബസ്സുമാണ് ഇപ്പോൾ സർവീസിലുള്ളത്. ഈ ന്യൂ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ സഫാരിയാണ്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബസ്സാണ്. മുകളിലാണെങ്കിലും ഗ്ലാസ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ടൊക്കെ കാഴ്ചകൾ കാണാം. പക്ഷികളൊക്കെ നിരീക്ഷിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നല്ല സൗകര്യത്തിലുള്ള ഒരു ബസ് സർവീസാണ് കേട്ടോ ഇത്. നല്ലൊരു കാർഷിക ഗ്രാമത്തോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ കക്കനക്കോട്ട ഫോറസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇതുപോലെ വാച്ച് ടവറുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൃഗങ്ങളുടെ മൂവ്മെൻറ്റും പിന്നെ കള്ളവേട്ടക്കാരുടെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞത്തെ നമ്മുടെ കാര്യമായൊരു സൈറ്റിംഗ് എന്ന് പറയാവുന്നത് കുറച്ച് കാട്ടുപോത്തുകളാണ്. അതിലൊരു തള്ളയും കുട്ടിയാണ് നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ കിട്ടിയേക്കുന്നത്. ആ തള്ളയാണെങ്കിൽ ആ കാട്ടിനുള്ളിലേക്ക് തന്നെ, പൊന്തക്കാടിനുള്ളിലേക്ക് തന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് അവർ. എന്തോ ഒരു പ്രെഡേറ്റർ അവിടെ സാന്നിധ്യം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്മെല്ല് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ കാട്ടുപോത്തുകൾ എന്ന് പറഞ്ഞാൽ നല്ല പോലെ സ്മെല്ല് പിടിക്കാൻ കഴിവുള്ള ജീവികളാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കക്കനക്കോട്ട ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു കാർഷിക ഗ്രാമത്തോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ വാഴ പോലുള്ള നല്ല കാർഷിക ഇനങ്ങളുണ്ടാവും. അത് നശിപ്പിക്കാനായിട്ട് ആനയൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടോ എലഫൻറ്റ് ഫെൻസിങ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ ഇരുമ്പിൻ്റെ ഫെൻസിങ് ചെയ്തേക്കുവാണ്. പ്രധാനമായിട്ട് ആനയെ പ്രതിരോധിക്കാനാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് വയനാട്ടിലാണെങ്കിലും കുറേയൊക്കെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് തടയാനായിട്ട് ഇത് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. വേറെ ഉണ്ട് കേട്ടോ ആന. 2 ആനയുണ്ട്. നമ്മുടെ വാഹനം മുന്നോട്ടേക്ക് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആനകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരി ഉൾക്കാട്ടിലായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ആനയെ കണ്ടത്. അപ്പോൾ ഒരു ആനയെ കണ്ടു. നമ്മൾ വണ്ടി നിർത്തി സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് 1-ലധികം ആനകളുണ്ട് അവിടെ.
പതിയെ പതിയെ കുറ്റിക്കാടിൻ്റെ ഇടയിൽ നിന്ന് കൂടുതൽ ആനകൾ വെളിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇവിടെ വണ്ടി കുറച്ച് നേരോടെ ഇട്ട് വെയിറ്റ് ചെയ്യുവാണ്. കാരണം നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആനകൾ വെള്ളം കുടിക്കാൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണി 4:30 സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടും കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ സഫാരി വാഹനം കുറച്ച് ബാക്കിലേക്ക് ഇറക്കി ആ പോണ്ടിൻ്റെ സൈഡിലായിട്ട് നിർത്തുമ്പം കാണുന്നത് ഒരു കുട്ടിയാനയും ഒരു തള്ളയാനയാണ് ഇറങ്ങി വരുന്നത് ആ പോണ്ടിലേക്ക്. നമ്മൾ പ്രതീക്ഷിച്ച ആനകളല്ല കേട്ടോ ഇത് വേറൊരു സൈഡിൽ നിന്ന് 2 ആനകൾ ഇറങ്ങി വരുവാണ്. എന്താണെങ്കിലും മനോഹരമായ കാഴ്ചയാണ്. കുട്ടിയാനകളെ, പ്രത്യേകിച്ച് കുട്ടി കൊമ്പന്മാരെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയല്ലേ. ആ ചെറിയ കൊമ്പും അവരുടെ ആ ഒരു കുസൃതി നിറഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അവരുടെ വിഷ്വൽസ്. ഇവനെ കണ്ടിട്ട് ഒരു 3 വയസ്സിൽ കൂടുതലൊന്നും പ്രായം തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടിയാനകൾ അമ്മയുടെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇത്തിരി ദൂരെ മാറി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടിയാനകളെ കടുവ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യും. എന്നിട്ട് വന്നിട്ട് തള്ളയുടെ ശ്രദ്ധ മാറുമ്പോഴത്തേക്കും വന്നിട്ട് മാന്തി വിടും. കാലിലേക്കും മേത്തൊക്കെ മാന്തിയിട്ട് അവർ ഓടിക്കളയും. കടുവയുടെ നഖത്തിന് ചെറിയൊരു പോയിസണും കൂടെ ഉള്ളതുകൊണ്ട് ഈ കുട്ടിയാനയുടെ മുറിവ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പഴുത്ത് വ്രണമായി മാറും. അങ്ങനെ കുട്ടിയാനയുടെ ആരോഗ്യം ക്ഷയിക്കുകയും നടക്കാനൊന്നും മേല തീറ്റിയെടുക്കാനൊന്നും മേലാത്തൊരവസ്ഥയെത്തും. തള്ളയാനയ്ക്കാണെങ്കിലും പരിപാലിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഈ കടുവ പുറകെ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തും. അപ്പോൾ കടുവയ്ക്ക് ഇത്തിരി വെറൈറ്റി ഫുഡ് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം കുട്ടിയാനേനെ പിടിക്കുന്നത്. കുട്ടിയാനയുടെ ഇറച്ചി കടുവയ്ക്ക് ഇഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ കുറേ ഹണ്ടിങ് നടക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ആനയെ പിടിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും പലരും ആനയൊന്നും കടുവ പിടിക്കില്ല എന്ന് പറയും. ഓരോ കാട്ടിൽ നിന്നും എല്ലാ വർഷവും 2ഉം 3ഉം വാർത്തകളൊക്കെ ഇതേപോലെ മനുഷ്യൻ കണ്ടിട്ടുള്ളതായിട്ടുള്ള തന്നെ വാർത്തകൾ വരുന്നുണ്ട്. അതേപോലെ ഉൾക്കാട്ടിലൊക്കെ എത്രയോ തവണ മനുഷ്യൻ കാണാതെ വലിയ ആനകളെയും കുട്ടി ആനകളെയൊക്കെ കടുവ പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മളെന്താണെങ്കിലും കടുവയുടെ ഹണ്ടിങ്ങിൻ്റെ കഥ പറഞ്ഞിരുന്നപ്പോൾ കണ്ടോ, ഇതാ നമ്മൾ ആദ്യം കണ്ട ആനക്കൂട്ടം ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തള്ളയാനയും കുട്ടിയും വേറെ കൂട്ടത്തിലുള്ളതായതുകൊണ്ടാണ് ആ തുമ്പിക്കായി ഉയർത്തിയിട്ട് ഇതാ ഒരു സൗഹൃദമായിട്ടുള്ളൊരു ആശയവിനിമയം നടത്തുന്നത് കേട്ടോ. നമ്മൾ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നുള്ളൊരു ലൈനിലുള്ള ഇതുണ്ടോ, ആ മറ്റേ വന്ന ആനയും തുമ്പിക്കായി ഉയർത്തി ഒരു സിഗ്നൽ കൊടുത്തു. ഇനിയിപ്പോൾ അവർ സേഫ് ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഏഷ്യൻ ആനകൾ ഒരു ദിവസം ഏകദേശം 150 ലിറ്റർ വെള്ളത്തോളം കുടിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരൊരു ദിവസം കുടിക്കുന്നത് 2 ലിറ്റർ 2.5 ലിറ്റർ വെള്ളമാണ് ഏറ്റവും കൂടിപ്പോയാൽ കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി വെള്ളം ഈ ആനയ്ക്ക് ഒരു ദിവസം വേണമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ കാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ പോണ്ടല്ല. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഈ പോണ്ടിലേക്ക് കുഴൽക്കിണർ വഴി സോളാറിൻ്റെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തിടുകയാണ് ഡെയിലി. അപ്പോൾ അതൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അങ്ങനെ ഡെയിലി പമ്പ് ചെയ്തിട്ടാണ് ഈ കുളം വറ്റാതെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വേനലായി കഴിഞ്ഞാലും ഈ കാട്ടിൽ ഇഷ്ടംപോലെ വെള്ളം മൃഗങ്ങൾക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വരൾച്ച ഒരു പരിധി വരെ ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ സമീപത്തുള്ള കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ മുഴുവൻ നശിപ്പിക്കും. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ടെങ്കിൽ മൃഗങ്ങളാണെങ്കിലും നാട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കില്ല. അവർക്കും കാട് തന്നെയാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ അങ്ങനെ നമുക്ക് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാനും ഇങ്ങനെയുള്ള ഉപാധികൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആനക്കാഴ്ചകൾ എത്ര നേരം കണ്ടു നിന്നാലും മടുക്കത്തില്ല എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ആ 3 ആനകൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടതും രണ്ടാമത് വന്ന് കുളത്തിൽ ഇറങ്ങിയതായിട്ടുള്ള അവർ 3 പേരും ഒരു ടീമായിരുന്നു. അവരെന്താണെങ്കിലും വെള്ളം കുടിച്ച് അധികം സമയം വൈകിക്കാതെ അവർ കയറി പോവാണ്. പോകുന്ന പോക്കിൽ ദേഹത്തേക്ക് കുറച്ച് മണ്ണൊക്കെ വാരി ഇടുന്നുണ്ട്. നമ്മൾ മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആനകൾക്ക് വേർപ്രഗ്രന്ഥികളില്ലാത്തതുകൊണ്ട് തന്നെ ആ ചൂട് അകറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഇതേപോലെ മണ്ണൊക്കെ വാരി പൊത്തു വയ്യുക. നമ്മുടെ തള്ളയാനയും കുട്ടിയാനയും ഇപ്പോഴും വെള്ളത്തിൽ നിന്ന് കയറാൻ കൂട്ടാക്കിയിട്ടില്ല. അവർ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കുടിക്കുന്നു. നന്നായിട്ടങ്ങ് തണുപ്പിക്കുവാണ് ശരീരം മുഴുവൻ.
എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കുട്ടിയാന കരയിലേക്ക് കയറി. അവനും ചെറിയ രീതിയിലൊക്കെ മണ്ണ് വാരി പൊത്തുന്നുണ്ട് മേത്തേക്ക്. പിന്നെ ഇവർക്ക് ഇങ്ങനെ കയറി പോകാം, ആ വെള്ളത്തിൽ നിന്ന് കയറണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും സമയം കുറേ ആവുകയും ചെയ്തു. ഇവിടെ അധികം നേരം നിൽക്കുന്ന സേഫും അല്ലാത്തതുകൊണ്ട് അവരെന്താണെങ്കിലും കയറി പോവാണ്. ആനയ്ക്കാണെങ്കിൽ ഒരു ദിവസം 16 മണിക്കൂറെങ്കിലും തീറ്റ തിന്നാലേ വയറ് നിറയുള്ളൂ. അത്രയും നേരം ഇവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നതും ഭക്ഷണത്തിന് വേണ്ടി പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാട്ടിൽ വേനലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പുല്ലും തീറ്റയൊക്കെ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ചാൽ മാത്രമേ ഈ വയറ് നിറയുള്ളൂ. അങ്ങനെ നമ്മുടെ സഫാരി ടൈം ഏകദേശം തീരാനായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൾ വരുന്നത് ലെപ്പേഡിനെ കണ്ടു എന്നുള്ളത്. മരത്തിൻ്റെ മുകളിൽ വെച്ച് കണ്ടു എന്നാണ്. നമ്മൾ ചെല്ലുമ്പം മരത്തിൻ്റെ മുകളിൽ കയറി ആശാൻ കിടക്കുവാണ്. ഇത്തിരി ദൂരത്തിലായിട്ടാണ്, അതും മുന്നിൽ ഒത്തിരി മറഞ്ഞിട്ടുമാണുള്ളത്. എങ്കിലും നമ്മൾ ഒരുവിധമൊക്കെ ആ ലെപ്പേഡിൻ്റെ വിഷ്വൽസ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ കിട്ടി. നിങ്ങളും കണ്ടു നോക്കിയേ. അവൻ്റെ തൊട്ടടുത്തായിട്ടാണെങ്കിൽ കുറച്ച് കുരങ്ങന്മാർ ഇരിപ്പുമുണ്ട്. അവരാണ് ഇവനെ കണ്ടിട്ടില്ല. ഇവൻ അവരെ ടാർഗറ്റ് ചെയ്ത് പമ്മി കിടക്കുന്നതാണോന്നും അറിയത്തില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആ കിടന്നിരുന്ന ശില്ലേന്ന് പതിയെ എണീറ്റിട്ട് ഇപ്പുറത്തെ ശിഖരത്തേക്ക് മാറി. അപ്പോൾ ഒത്തിരി ശിഖരങ്ങളുടെ ഇടയിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്നും വിഷ്വൽസ് എടുക്കാൻ കിട്ടുന്നില്ല. അവൻ ആ ശിഖരത്തിലും ഇരിപ്പ് ഉറയ്ക്കുന്നില്ല കേട്ടോ. അവനത് നേരെ മുകളിലേക്ക് കയറി നോക്കിയേ. അത്രയും വലിയൊരു മൃഗം നോക്കി മരത്തെ കൂടെ എത്ര സിമ്പിളായിട്ടാണ് ചാടി കളിച്ച് നടക്കുന്നതെന്നുള്ളത്. എനിക്കാണല്ലോ ആദ്യമായിട്ടാണ് കേട്ടോ ലെപ്പോർഡിനെ ഇതേപോലെ മരത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കിട്ടുന്നത്. എന്തായാലും എക്സൈറ്റിംഗ് വിഷ്വൽസ് ആയിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് 6 മണിയാകുമ്പോൾ കാടിൻ്റെ വെളിയിൽ കിടക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം കൂടെ അവിടെ തുടരാനാവില്ല. എന്തായാലും കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഒന്നുമില്ലാതിരുന്ന ഒരു ട്രിപ്പിൽ അവസാനമായപ്പം കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ കമ്പനി സഫാരിയുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.